മോർണിംഗ് റിപ്പോർട്ടറിലെ ഇന്നത്തെ അതിഥി സംവിധായകൻ പ്രദീപ് ചുക്ലിയാണ്. പ്രദീപ് ചുക്ലിയിലേക്ക് വരാം. പ്രദീപ് അവസാനമായി സംവിധാനം ചെയ്ത ചിപ്പി എന്ന സിനിമ ആണ്. ആ സിനിമയുടെ ടീസർ കണ്ടതിന് ശേഷം വളരെ വേഗം പ്രദീപിലേക്ക് മടങ്ങി വരാം. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോവാ. നിങ്ങൾ സിനിമക്കാരാ? എവിടെ ശിവു? സാറിന് ഞങ്ങൾ സിനിമയുടെ ഡയറക്ടർ ആവാൻ പറ്റുമോ? സിനിമേന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാലേ കപ്പലോടിക്കണ കപ്പിത്താന്റെ പോലെയാ. നിർത്തടി. എന്നെ കാണാൻ ലാലേട്ടനെ പോലെ ഉണ്ടോ? അയ്യോ, ചേട്ടന്റെ വേഷം ഒരു സസ്പെൻസ് ആയി കിടന്നോട്ടെ. ഓ, അപ്പോ ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നല്ലേ? കക്കൂസിലിരുന്ന് മാത്രം ശീലിച്ച് ഓർക്കുണ്ടോ കടപ്പുറത്തിരുന്ന് തൂർന്നതിന്റെ സൗന്ദര്യക്ക്? ഈ സിനിമക്ക് സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അതൊക്കെ നമുക്ക് അന്നേരം പറയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമക്ക് സ്ക്രിപ്റ്റ് ഒന്നും വേണ്ടല്ല. പ്രദീപിന് മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രദീപ് ആരല്ല എന്ന് ചോദിക്കണം ആദ്യം. കാരണം പ്രദീപ് അധ്യാപകനാണ്, ചിത്രകലാ അധ്യാപകനാണ്, ചിത്രകാരനാണ്, ആർട്ട് സംവിധായകനാണ് ഒക്കെയാണ്. പ്രദീപ് ആദ്യകാല ഒരു മലയാള സിനിമയുടെ തുടക്കത്തിൽ ഒരുപാട് പേർ ഈ മദ്രാസിലൊക്കെ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഒരുപാട് എന്താ പറയുന്നത് ദുരിതങ്ങൾ അനുഭവിച്ചിട്ട്, നമ്മളിപ്പം കളിയാക്കി പറയും പൈപ്പ് വെള്ളം കുടിച്ച് വളർന്ന തലമുറ എന്ന് പറയും. പക്ഷെ അത്തരം ഒരു തലമുറയിൽപ്പെട്ട ആളാണ് പ്രദീപ്. മദ്രാസ് സ്കൂളാണ് അല്ലേ, കോടമ്പാക്കം സ്കൂളാണ് പ്രദീപിൻ്റെ. അപ്പോൾ ഈ കോടമ്പാക്കം സ്കൂളിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കേൾക്കാറുള്ളത്, അവർക്ക് ആഴത്തിലുള്ള ഒരു നോളജ് എപ്പോഴും ഉണ്ടാകും. അത് വായിച്ചും കേട്ടുമല്ല, അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ സ്വരൂപിച്ച ഒരാഴമാണ്, ഒരു അറിവാണത്. അവർക്ക് ഏത് മേഖലയിൽ കൈവച്ചാലും അതിൻ്റെ റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. പ്രദീപ് ആ ഒരു സ്കൂളിൽ നിന്ന് വന്ന ആളാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് പ്രദീപിന് സിനിമയിൽ നിന്ന് ലഭിച്ചത്? ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്താൻ കാരണം ഞാനൊരു ചിത്രകാരനാണ്. അത്യാവശ്യം ചെറുപ്പത്തിൽ ചിത്രം വരാറുണ്ട്. അങ്ങനെ സിനിമയിൽ പോസ്റ്റർ ഡിസൈൻ ആയിരുന്നു എൻ്റെ എയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ഓഫ് ആർട്സ് പോയി ചിത്രകല പഠിക്കേണ്ടത്. ഒരുപാട് ഞാൻ സാധാരണ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് പോസ്റ്റർ ഡിസൈൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു വലിയൊരു കളക്ഷനായിട്ടാണ് മദ്രാസിലേക്ക് വന്നത്. അതിന് മുൻമാതൃക എന്തെങ്കിലും ഉണ്ടായിരുന്നു അതോ സ്വന്തമായിട്ട് ചെയ്യലാണ്? തുടങ്ങിയാണ്. കാരണം അന്നത്തെ കാലത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണം സിനിമ മാഗസിൻ. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ കട്ടിയെടുത്ത് പേസ്റ്റ് എടുത്ത് അത് നമ്മൾ തന്നെ എഴുതുന്നത് പോലത്തെ കമ്പ്യൂട്ടർ ഒന്നുമില്ല, കൈകൊണ്ട് തന്നെ എഴുതണം. അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റേഴ്സുമായിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് കുറേ സംവിധായകരുടെ അടുത്ത് പോവുകയാണ് ആദ്യം ചെയ്തത്. അന്ന് ആ കാലഘട്ടത്തിൽ ഗായത്രിയൊക്കെ ഉള്ള സമയമാണോ? ഗായത്രി വന്നിട്ടില്ല. അന്നേരം PN മേനോൻ, SA നായരൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. ഓക്കെ. അത് വളരെ സിനിമയുടെ വളരെ ചെറിയ ഒരു ഭാഗമാണെങ്കിൽ പോലും അന്നത്തെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ജോലിയാണ്. കാരണം അന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പറയുക, കളവണ്ടിയിലും ഗ്രാമങ്ങളിലാണെങ്കിൽ കളവണ്ടി അല്ലെങ്കിൽ അംബാസഡർക്കാരുടെ മുകളിൽ ഈ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് പോകുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പോസ്റ്ററിന് വലിയ പ്രാധാന്യമായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് തിയേറ്ററിൽ പോകുന്നത് നമ്മൾ പോസ്റ്റർ മാത്രം കണ്ടിട്ടാണല്ലോ സോഷ്യൽ മീഡിയക്ക് വന്നത്. അപ്പോൾ അതുകൂടാതെ എൻ്റെ നാട് ചൊക്ലിയാണ്. അപ്പോൾ ചൊക്ലിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ 8 കിലോമീറ്ററിൻ്റെ ഇടയിൽ അന്ന് തലശ്ശേരിയിൽ 5 തിയേറ്റർ ഉണ്ട്. ഞങ്ങളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ബസ് കയറി തലശ്ശേരി എത്തുമ്പോഴത്തേക്കും ഒരുപാട് പോസ്റ്റർ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച സിനിമ നമ്മൾ കാണുക. നമ്മൾ ഈ പോസ്റ്റർ നമ്മളെ കണ്ട ശേഷം നമ്മൾ വേറെ സിനിമക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പോസ്റ്ററാണ് നമ്മളന്ന് ആ കാലത്ത് നമ്മളെ. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. അതായത് നമ്മുടെ പ്രദീപിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഉള്ളിലുള്ള കലയെ ഈ പോസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയാണോ വന്നത്, അതോ ഈ പോസ്റ്റർ വഴി സിനിമയിലേക്ക് വരാം എന്ന് കൃത്യമായിട്ടുള്ളൊരു ഇല്ല, അന്ന് പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? പിന്നെ ബക്കറിന്റെ കൂടെ എങ്ങനെ കൂടി? ബക്കർജിന്റെ സിനിമയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്, പോസ്റ്ററും ബക്കറിൻ്റെയാണ്. ശരി. PA ബക്കറിന്റെ ചാരം എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ചാരത്തിലെ സെക്കൻഡ് ഷെഡ്യൂൾ വന്നപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ എന്ന രീതിയിൽ തന്നെ പ്രൊമോഷൻ ചെയ്തത്. അങ്ങനെ പ്രേം നസീറും മീനാ മേനോനും അടിച്ച സിനിമയാണ്. അങ്ങനെ നാളെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ്. പ്രദീപ് വരണം, ആർട്ട് ഡയറക്ഷൻ ചെയ്യണം. അങ്ങനെയാണ് ആർട്ട് ഡയറക്ഷനിലേക്ക് വരുന്നത്.
പിന്നീട് ഞാനും മക്കളിയുടെ 2 വർഷം കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ശരി. അപ്പോൾ ആ സമയത്താണ് എന്താണ് ഒരു പ്രൊഡ്യൂസർ വന്നാൽ എങ്ങനെയാണ് കഥ പറയുക, എങ്ങനെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, എൻ്റെ പോസ്റ്റർ പ്രൊഡക്ഷൻ എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു അനുഭവം അത് കിട്ടി. അതുകൊണ്ട് അതാണ് എനിക്ക് ഒരു ഫിലിം മേക്കർ അതായത് പോസ്റ്ററിന്റെ മുതലുള്ള അനുഭവമുണ്ട് തീർച്ചയായും അല്ലേ? പോസ്റ്റർ മുതലുള്ള പിന്നീട് അതിന്റെ സിനിമയുടെ കഥ വരുന്നു, അതിന്റെ ചർച്ച ഡിസ്കഷൻ വരുന്നു, പിന്നീട് ഒരു സിനിമ രൂപപ്പെടുന്നു, അതിന്റെ വിതരണ ശൃംഖലയിലേക്ക് വരുന്നു ഇല്ലേ, പിന്നീട് കാണികളിലേക്ക് ആ സിനിമ എത്തുന്നു. ഈ ഒരു പ്രോസസ്സ്, അതായത് പോസ്റ്ററിൽ നിന്ന് തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് പ്രദീപിനുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈവൻ ലാസ്റ്റ് മദ്രാസിൽ കൂടി പടം സെൻസർ ചെയ്യുന്നവരെ ഈ ബഹർജിന്റെ കൂട്ടത്തിൽ ഒരു സിനിമയിൽ കൂടി ഞാൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു ഊർജ്ജം കിട്ടിയത്. ശരി. എങ്ങനെയാണ് ഫിലിം മേക്കർ ആകാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയുള്ള. പ്രദീപിനെ കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പം, പ്രദീപിൻ്റെ സിനിമകളെല്ലാം അതിനൊരു എന്താ പറയുക, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. ഇതെങ്ങനെ വന്നു? കണ്ണൂരുകാരനാണ്, അവിടെ എപ്പോഴും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ണാണ്, ഒരുപാട് ചർച്ചകളും വായനശാലകളും ഒക്കെയുള്ള ഒരു നാടാണ് വടക്കൻ മലബാർ എന്നൊക്കെ പറയുന്നത്. അത്തരം എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു പശ്ചാത്തലം പ്രദീപിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? പശ്ചാത്തലമുണ്ട്. അതിലുപരിയായിട്ട് ഏതൊരു കലയ്ക്കും അതിൽ നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാനൊരു പെയിൻ്ററാണ്. പെയിൻ്റർ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആഗ്രഹമുള്ള ആളാണ്. ഇപ്പോൾ പത്മനാഭൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ MTയുടെ ഒക്കെ കഥകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം എൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ സിനിമയിലും ഒരു മെസ്സേജ് കൊടുക്കണം. അത് വന്ന് പ്രസംഗിക്കുന്ന മെസ്സേജ് അല്ല, സ്വാഭാവികമായി വരുന്നൊരു ഒഴുക്കാണ് ആ മെസ്സേജ്. അല്ലല്ല, നമ്മളത് പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് പ്രദീപിന്റെ സിനിമകൾ മൊത്തം. തീർച്ചയായും ഈ സിനിമയും പ്രദർശനം ഇംഗ്ലീഷ് മീഡിയം, അതിനുശേഷമാണ് ഈ ചിപ്പി വരുന്നത്. നമുക്ക് ചിപ്പിയിലേക്ക് വരാം. അതിന് മുൻപായിട്ട് ഇംഗ്ലീഷ് മീഡിയം എന്ന സിനിമ, പ്രദീപിന്റെ ഇംഗ്ലീഷ് മീഡിയം എന്ന സിനിമ കണ്ടവർക്ക് അറിയാം. അതിന് ഒരു വിദ്യാഭ്യാസത്തിന്റെ അതിൻ്റെ മൂല്യങ്ങളും ഇല്ലേ, വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു, ആ വ്യക്തി വഴി എങ്ങനെ ഒരു സമൂഹം രൂപപ്പെടുന്നു, അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തൊരു സിനിമയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം. പക്ഷേ പ്രദീപിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നാഴികക്കല്ലെന്ന് വേണമെങ്കിൽ ആ സിനിമയെ വിശേഷിപ്പിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ സങ്കീർണതകളും പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ആ ഒരു സിനിമയുടെ തുടർച്ചയാണോ ഈ ചിപ്പി എന്ന് പറയുന്നത്? തുടർച്ച എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ വേറെ വേർഷനാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സംഭവിച്ചത് അന്നത്തെ കാലത്തെ DPP ബേസ് ചെയ്തിട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീജം എനിക്ക് വീട് കിട്ടുന്നത് എൻ്റെ സ്കൂളിൽ തന്നെയാണ്. ഞാൻ സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ശ്രീനാട്ടനായിട്ട് പങ്കുവെച്ചിട്ട് സിനിമ നമ്മൾ ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സെറ്റയർ രീതിയിലാണ് ആ സിനിമ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എൻ്റെ ഇംഗ്ലീഷ് മീഡിയം വേണ്ട എന്ന് പറയുന്നതാണ് സിനിമ തീരുന്നത്. പക്ഷേ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. പക്ഷേ അതല്ലായിരുന്നു. അതിലെ AU ആയിട്ടുള്ള തിലകൻ പറയുന്നുണ്ട്, നമുക്ക് ഇനി മാതൃഭാഷ വേണ്ട, നമുക്ക് ഉള്ളൂരിനെയും വള്ളത്തോളിനെയും മറക്കാന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം. പക്ഷെ അത് വേറെ രീതിയിലാണ് പ്രഷർ എടുത്തിട്ടുള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് പിന്താണ് റിസൾട്ടാണ് കിട്ടിയതല്ലേ? അതൊരു എന്താ പറയുക, സംവിധാന നിലയ്ക്ക് ഒരു ആശയവിനിമയത്തിൽ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് പൂർണ്ണമായിട്ടും ആയി വന്നിട്ടുണ്ട്. കാരണം ഇന്നിപ്പം പല സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ 1-2 ക്ലാസ്സുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ശരി, ഈ ചിപ്പിയിലേക്ക് വരുമ്പോൾ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു സാങ്കേതികത? ചിപ്പി പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ് എയിം ചെയ്യുന്നത്. അപ്പോൾ ഒരു തീരദേശത്തെ സ്കൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും തീരദേശത്തെ സ്കൂൾ എന്ന് പറയുമ്പോൾ കടലിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് സ്കൂൾ കാണാൻ പറ്റും. കടലിൻ്റെ എല്ലാ ബഹളം ഉണ്ടാവും, അതിൻ്റെ ദൈന്യത ഉണ്ടാവും, അതിൻ്റെ കരുത്തുണ്ടാവും. അപ്പോൾ അതേപോലുള്ള ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു നാടക കളത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ചിപ്പി. അത് ശരി. ഒരു പുറത്താക്കപ്പെട്ടൊരു കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ഷോർട്ട് ഫിലിം, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു സോങ്, ഒരു പാട്ട് കണ്ടതിന് ശേഷം പ്രദീപിലേക്ക് മടങ്ങി വരാം. കഥകളെ ഒന്നാക്കി മാറ്റിയതിനു ശേഷമാണ് ഈ നിർമ്മാതാവിനൊക്കെ പോകുന്നത് അല്ലേ? അദ്ദേഹത്തിന് ഈ സബ്ജക്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നോ? തീർച്ചയായും കഥ കേട്ടപ്പോൾ തീർച്ചയായും. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഗാനങ്ങളിൽ കണ്ട പോലെ കുറേ അധികം കുട്ടികളുണ്ട് അല്ലേ? കുറേ അധികം കുട്ടികൾ. എത്ര കുട്ടികളുണ്ടായിരുന്നു അഭിനയിക്കുന്നുണ്ട് ഇതിൽ? മെയിൻ സ്ട്രീമിൽ 8 കുട്ടികളുണ്ട്. ശരി. ഞങ്ങൾ ഏകദേശം 800ഓളം കുട്ടികളെ ഓഡിഷൻ ചെയ്തിട്ടാണ് 8 കുട്ടികൾ തിരഞ്ഞെടുത്തത്. 800 ഫിൽറ്റർ ചെയ്തിട്ടാണ് 8 കുട്ടികൾ തിരഞ്ഞെടുത്തത്. മാത്രമല്ല അവർക്ക് ഏകദേശം 3 മാസത്തോളം പല ഘട്ടങ്ങളായിട്ട് റെഡ്യൂസ് ചെയ്ത് അവസാനം 50 കുട്ടികളായി. അതിൽ നിന്നും 8 കുട്ടികൾ തിരഞ്ഞെടുത്തു. അവർക്ക് പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്യേണ്ടായിരുന്നു. ക്യാമ്പ് ഉണ്ടായിരുന്നു. നല്ല ക്യാമ്പായിരുന്നു. അത് ശരി.
അവരും ഈ പറഞ്ഞ പ്രദീപിന്റെ അടുത്ത ആൾക്കാരൊക്കെയാണോ, ഈ പറഞ്ഞ ഏരിയയിലുള്ള കുട്ടികളൊക്കെയാണോ, കോസ്റ്റൽ ഏരിയയിലൊക്കെ ഉള്ള കുട്ടികളാണോ? അല്ല, ഇതിപ്പോ കോഴിക്കോട് ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തുള്ള കുട്ടികളുണ്ട്. പിന്നെ വിജീഷ് എന്ന് പറയുന്ന ഒരു ട്രെയിനർ ഉണ്ട് കോഴിക്കോടിലെ. ശരി. അപ്പൊ അവന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അവര് ഈ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് വന്നോ? തീർച്ചയായും വന്നു. ഈ 8 കുട്ടികളും അല്ലേ, അവരിലൂടെയാണ് ഈ കഥ വികസിക്കുന്നത് അല്ലേ. ഇതിന്റെ സംഗീത വിഭാഗങ്ങളൊക്കെ ആരാണ് പ്രദീപ് കൈകാര്യം ചെയ്യുന്നത്? ഈ പടത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിൽ നല്ല 4 പാട്ടുകളുണ്ട് എന്നുള്ളതാണ്. പുതിയ 2 സംഗീത സംവിധായകന്മാരോട് ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തലശ്ശേരിക്കാരനാണ്. സച്ചിൻ ബാലു എന്ന് പറയുന്ന ആള്, മറ്റൊന്ന് ഹാരിസ് റോഷൻ. 2 പാട്ടുകൾ വീതം ചെയ്തിട്ടുണ്ട്. റോഷൻ ഹാരിസ്. അപ്പോൾ അതിന്റെ ഒരു പാരമ്പര്യവും തീർച്ചയായും നന്നായി പാട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പാട്ട് കേട്ടാലും അറിയാം, ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു പാട്ടാണല്ലേ. ഇതിനകത്ത് എന്നാണ് പ്രതിഭ റിലീസ് ആകുന്നത്? നവംബർ 10th. എത്ര തിയേറ്ററിൽ വരുന്നുണ്ട് സിനിമ? ഏകദേശം 90ഓളം തിയേറ്ററിൽ ഉണ്ടാവും. ആണോ? നമ്മൾ ഈ ഇതിൽ പ്രദീപിൻ്റെ സിനിമ എപ്പോഴും ഈ പറഞ്ഞതുപോലെ ധൈര്യമായി പോയി കാണാൻ പറ്റുന്ന സിനിമകളാണ്. അതിൽ ഈ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അശ്ലീല സംഭാഷണങ്ങളോ അത്തരങ്ങളൊന്നുമില്ല, വളരെ ക്ലീൻ സിനിമകളാണ് പ്രദീപിൻ്റെ സിനിമകൾ. പ്രദക്ഷിണമായാലും ഈ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയാലും അതിനൊരു ഒരു ക്വാളിറ്റി ഉണ്ട്. അത് സാമ്പത്തിക വിജയമോ പരാജയമോ എന്നൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം. പക്ഷേ ഇങ്ങനൊരു ഒരു വ്യൂ അതിനകത്തുണ്ട്, ആംഗിൾ ഇതിനകത്തുണ്ട്. കാരണം ഒരു ക്ലീൻ സിനിമ എന്നുള്ളൊരു ഒരു ബ്രാൻഡാണ് പ്രദീപിൻ്റെ സിനിമകൾക്കുള്ളത്. ആ അർത്ഥത്തിൽ എല്ലാ പ്രേക്ഷകരെയും ആകർഷിക്കുന്നൊരു സിനിമ തന്നെ ആവോ ചിപ്പി? തീർച്ചയായും. ഞാൻ വീണ്ടും അടിവരട്ട് പറയുന്നു, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പോലെ തന്നെ ഈ സിനിമ കാണേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളുമാണ്. അവർ കുട്ടികളെ ചേർത്തിരുത്തി കാണേണ്ട ഒരു സിനിമയായത്. കാരണം ഇതിൻ്റെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന സിനിമ ഒരുപക്ഷെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടിയുള്ള സിനിമയാണ്. ഇതിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതികളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സംവിധാനം ചെയ്യുമ്പോൾ, അതിൻ്റെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു വാണിജ്യപരമായ വിജയസാധ്യത എത്രത്തോളമുണ്ട്? കാരണം എപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ രസിപ്പിക്കലാണ്. നമ്മൾ ഒരു ഭൂരിപക്ഷം ഒരു ജനക്കൂട്ടത്തെ സംബന്ധിച്ചും അങ്ങനെയാണ് അവർ ഒരു സിനിമ എടുക്കുന്നത്. ഒരു സിനിമ അവർ കാണുന്നതും അങ്ങനെയാണ്. ജോലി കഴിഞ്ഞ് 2 മണിക്കൂർ പോയി കുടുംബത്തോടൊപ്പോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ കൂട്ടുകാരോടൊപ്പോ പോയി ആസ്വദിക്കുന്ന ഒരു കലാരൂപം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഭൂരിപക്ഷം പ്രേക്ഷകരും ഇത്തരം ഗൗരവമായ സിനിമകളെ അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നില്ല എന്നാണ് നമ്മുടെ പഴയകാല ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളായാലും അരവിന്ദൻ്റെ സിനിമകളായാലും ഈ പറഞ്ഞ പോലെ ബക്കറിൻ്റെ സിനിമകൾ, ഇതൊക്കെ തിയേറ്ററിലൊക്കെ വലിയ രീതിയിൽ കളക്ട് ചെയ്ത സിനിമകളല്ല. അങ്ങനെ നോക്കുമ്പോൾ പ്രദീപിൻ്റെ ഈ ഒരു സിനിമയുടെ വാണിജ്യപരമായ സാധ്യത എത്രത്തോളമുണ്ട്? എനിക്ക് സിനിമയെക്കുറിച്ചിട്ട് ഒരു ആകുലതയുണ്ട്. കാരണം ഈ സിനിമ കമേഴ്ഷ്യൽ സിനിമയാണ്. കാരണം ഇത് തിയേറ്ററിൽ ഓടുന്ന സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മീഡിയം പോലെ തന്നെ സെറ്റയർലൈനിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഓരോ ഫ്രെയിം ടു ഫ്രെയിം ഇതിൽ ഭയങ്കരമായിട്ട് ഹ്യൂമർ നമുക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്ക് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ സിനിമ കണ്ട ശേഷം പിന്നീട് ഓർത്ത് ചിന്തിക്കാനും ആലോചിക്കാനും ഒരുപാട് മെസ്സേജുകളും സിനിമ നൽകുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ കുറേ അധികം പരിചയസമ്പന്നരെ പ്രദീപിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ്, അതേപോലെ ജോയ് മാത്യു അല്ലേ, മണികണ്ഠൻ, ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവരുടെ അഭിപ്രായം എന്താണ് അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഇവരുടെ ഈ പടത്തെക്കുറിച്ച്? കാരണം അവർ ഒരുപാട് വലിയ പരിചയസമ്പന്നരാണ് ഇവരൊക്കെ. ഇത്തരം സിനിമകളിലൊക്കെ വളരെ ജോയ് മാത്യുവിനെ സംബന്ധിച്ചൊക്കെ ലോക സിനിമയെക്കുറിച്ച് ആധികാരികമായ അറിവുള്ള ഒരാൾ കൂടിയാണ് അല്ലേ. അവരൊക്കെ എങ്ങനെയാണ് ഈ സിനിമ കണ്ടതിന് ശേഷം ഉള്ള മിക്കവാറും എല്ലാ ഇതിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളിലാണ്, ജോയിട്ടനൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒപ്പം ഇതിൽ ഒരു കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. സൃന്ദ, മറ്റേ മഞ്ജു മറിമായം, സുരഭി, ഇങ്ങനത്തെ ശ്രുതി മേനോൻ. അപ്പോൾ അവരൊക്കെ വളരെ നല്ല രീതിയിൽ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരുടെ വേഷങ്ങൾ വളരെ മികച്ച രീതിയിൽ അവർ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് മഞ്ജുവിനൊക്കെ നല്ലൊരു സിനിമയായിരിക്കും ഈ സിനിമ. ഏതായാലും പ്രദീപിൻ്റെ സിനിമയുടെ ടീസർ നമുക്കൊന്നുകൂടി കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഷോർട്ട് ഫിലിം എടുക്കാൻ പോവാ. നിങ്ങൾ സിനിമക്കാരാ? എവിടെ ശിവു? സാറിന് ഞങ്ങൾ സിനിമയുടെ ഡയറക്ടർ ആവാൻ പറ്റുമോ? സിനിമേന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാലേ കപ്പലോടിക്കണ കപ്പിത്താന്റെ പോലെയാ. നിർത്തടി. എന്നെ കാണാൻ ലാലേട്ടനെ പോലെ ഉണ്ടോ? അയ്യോ, ചേട്ടന്റെ വേഷം ഒരു സസ്പെൻസ് ആയി കിടന്നോട്ടെ. ഓ, അപ്പോ ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നല്ലേ?
വീട്ടിലിരുന്ന് മാത്രം ശീലിച്ച് ഓർക്കുണ്ടോ കടപ്പുറത്തിരുന്ന് തൂർന്നതിന്റെ സൗന്ദര്യക്ക്. ഈ സിനിമക്ക് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് അന്ന് പ്രദീപിൻ്റെ സിനിമ ഇനി ഏതാനും ദിവസങ്ങൾക്കകം തിയേറ്ററിൽ എത്താൻ പോകുന്നു. അവസാനമായി പ്രദീപിന് സ്വന്തം സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാൻ കഴിയുന്നത്? കാരണം ആരും ഈ സിനിമ കണ്ടിട്ടില്ല, പ്രദീപിന് മാത്രമാണ് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുക, വിജയിപ്പിക്കുക. ഇതൊരു ചെറിയ സിനിമയാണ്, ഒരു നന്മയുള്ള ഒരുപാട് മെസ്സേജുള്ള സിനിമയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാണേണ്ട സിനിമ ഇത്. നിർബന്ധമായിട്ടും നിങ്ങൾ ആ സിനിമ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഏതായാലും പ്രദീപ് പറഞ്ഞതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഈ സിനിമ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം രക്ഷിതാക്കളും തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. ഒപ്പം കുടുംബ പ്രേക്ഷകർക്കും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, ഒരു കമേഴ്സ്യൽ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സിനിമ പ്രദീപ് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.